ഗൈസ് ഞങ്ങൾ ഇന്നൊരു ഒരു ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആൻറ്റി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഫ്രണ്ട്. അപ്പോൾ അവിടെ പോവുകയാണ്. അപ്പോൾ അവിടെ പോവാന്ന് വെച്ചപ്പോൾ നിങ്ങളുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ. തൊട്ടെന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, എന്നാലും അടുത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ കോഴി ഫാമൊക്കെ കണ്ട് ഗൈസ്. രസമുണ്ടായിരുന്നു കോഴി ഫാമൊക്കെ കാണാനായിട്ട്. പിന്നെ നല്ല സൂര്യപ്രകാശം എൻ്റെ മുഖത്തൊക്കെ അടിച്ചു. പിന്നെ അമ്മയും വേറൊരു ചേച്ചിയും ഒരു വർത്താനം പറച്ചിൽ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വേറെ വർത്താനം പറച്ചിലാണ്. എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നില്ല, പനിയൊക്കെ വന്ന് മാറിയ കാര്യമെല്ലാം കൂടി പറച്ചിലാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാണ് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ടുള്ള വഴി കിട്ടോ ഗൈസ്. നിങ്ങൾ പോകും. പിന്നെ ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് പറയണേ കേട്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുകയോ നിങ്ങൾ കരുതുമെങ്കിലും ഫോട്ടോ ഒന്നുമില്ല, ഞാനത് വെറുതെ എടുത്തതാണ്. കാറ്റ് വന്നപ്പോൾ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഞെട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് എൻ്റെ അവിടെ ഒരു വലിയൊരു കിളി കിട്ടും. എൻ്റെ അമ്മച്ചി സാധാ കിളികളിലെ ഏറ്റവും നല്ല വലുത്. അത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴത്തേനും അത് പോയി ഗൈസ്. എന്നെ കണ്ടൊന്നുമില്ല, എന്നാലും പോയി ഗൈസ്. അങ്ങനെ പോയി, കാണിക്കാൻ പറ്റിയില്ല. എൻ്റെ കണ്ണൻ ഞാനൊന്ന് മെസ്സേജ് വന്നു കേട്ടോ. എൻ്റെ കണ്ണ് ഞാനൊന്നേ സ്ലോ മോഷൻ ചെയ്തിട്ടൊന്ന് കാണിച്ച് നോക്കിയതാണ് കേട്ടോ. അങ്ങനെയുണ്ട്, കൊള്ളാവോ ഇല്ലെന്ന് ഒന്ന് പറയണം കേട്ടോ. കൊള്ളാവോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കണ്ണിങ്ങനെ സ്ലോ മോഷൻ ചെയ്തത്. നല്ല രസമാണ്. ഇങ്ങനെ കണ്ണൊക്കെ എഴുതിയിട്ട് ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ എനിക്ക് അമ്മയും കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു തരുന്നുണ്ട് കേട്ടോ. അമ്മ എന്നെ ചിരിപ്പിക്കലാണ് കേട്ടോ ഇന്ന്. അപ്പോൾ പിന്നെ ഇതാണ്ട് ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നതൊക്കെ അമ്മ എടുത്തതായിരുന്നു ഗൈസ് വീഡിയോസ്. കുറേ അമ്മ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഈ ഒരു ആട് കണ്ടു ഗൈസ്. ഈ ഒരു ആട് ഞാൻ കണ്ടു ഗൈസ്. എൻ്റെ കുഞ്ഞാട് ഞാൻ കണ്ടു. അതിൻ്റെ കാര്യങ്ങൾ സന്തോഷവും കീണങ്ങളുടെ മുഖത്ത് കാണാം. അമ്മയും അമ്മയുടെ കൂട്ടുകാരിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തേനും ഞാനിങ്ങനെ ആടിൻ്റെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ ചെന്നപ്പോഴത്തേനും ഈ വലിയ ആടുണ്ടല്ലോ, പിന്നെ കുത്താനല്ല, വലിയ ആട് ഇങ്ങോട്ടുള്ള പുല്ലാണ്. കുറച്ച് പുല്ല് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പുല്ലുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിനെ കുത്താൻ വന്നയക്കുന്നു, ഇടിക്കാൻ വന്നയക്കുന്നു കേട്ടോ. കണ്ടോ ഗൈസ്, കൊണ്ടോ. പിന്നെ ആ കുഞ്ഞാടുണ്ടല്ലോ, കുഞ്ഞാടാണെങ്കിൽ ഈ കാണുന്ന ഈ വെയിൽ കണ്ടോ, അതുമേല് ഇങ്ങനെ ചവിട്ടി പിടിച്ച് നടക്കുന്നു. അവിടെ ഞാൻ പട്ടിനെ കണ്ടപ്പോൾ പേടിച്ചു പോയി, കടിക്കാൻ വരുമെന്ന് ഓർത്തിട്ട് കേട്ടോ. കണ്ടത് ഇതുപോലെ കിടന്ന് കാണിക്കും ഗൈസ്, കണ്ടോ.